തിരുവനന്തപുരം വഞ്ചിയൂരിൽ യുവ അഭിഭാഷക ശ്യാമിലിയെ മർദ്ദിച്ച സംഭവത്തിൽ അഭിഭാഷകൻ ബെയിലിൻ ദാസിന് ഇന്നും ജാമ്യമില്ല. ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വീണ്ടും മാറ്റി തിങ്കളാഴ്ചയാണ് വിധി പറയുക. അതേസമയം ഇരയ്ക്ക് കേട്ടുനിൽക്കാൻ പറ്റാത്ത വാക്കുകളാണ് അഭിഭാഷകരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നതെന്നും യുവ അഭിഭാഷക പറഞ്ഞു. കോടതി വിധി എന്ത് തന്നെയായാലും ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. തികച്ചും പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പിൽ എനിക്കെതിരെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ആരോപണങ്ങളെന്നല്ല, ശരിക്കും അതൊരു വിക്ടിം ബ്ലെയിമിംഗ് ആയിരുന്നു. അതിന് ഞാൻ വൈകാരികമായി കൊടുത്ത മറുപടിയാണ് അത് ലീക്കായത്. ഷഫീദ് റൌത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഷഫീദ്, ആദ്യമേ ബെയിലിൻ ദാസിന്റെ ജാമ്യാപേക്ഷ നിലവിൽ മാറ്റിയിരിക്കുകയാണ് കോടതി. എന്തുകൊണ്ടാണിത്? ഒപ്പം ശ്യാമിലി വലിയ ആരോപണവുമായി വീണ്ടും രംഗത്ത് വരുന്നുണ്ട്. തനിക്കെതിരെ വ്യാജ പ്രചാരണം നടക്കുന്നു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉൾപ്പെടെ എന്നുള്ളതാണ് യുവ അഭിഭാഷക പറയുന്നത്. എന്താണ് ഇവർ പറയുന്നതിലെ പൂർണ്ണരൂപം, മറ്റു വിവരങ്ങൾ? പ്രവിത, തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 12 ഇന്ന് ബെയിലിൻ ദാസിന്റെ ജാമ്യാപേക്ഷയിൽ വാദം കേട്ടത്. കഴിഞ്ഞ ദിവസം 11 11-ാം കോടതിയിലെ മജിസ്ട്രേറ്റ് അവധിയിൽ പോയതിനെ തുടർന്നാണ് 12ാം കോടതിയിലേക്ക് കേസ് മാറ്റിയത്. ഇന്നും ശക്തമായ വാദപ്രതിവാദങ്ങൾ ജാമ്യാപേക്ഷയിന്മേൽ കോടതിയിൽ നടന്നു. അക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ ബെയിലിൻ ദാസിന് ജാമ്യം അനുവദിക്കുന്നതിനെതിരെ ശക്തമായ വാദങ്ങൾ ഉന്നയിച്ചു. പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദങ്ങൾ ഇങ്ങനെയായിരുന്നു. പ്രതിക്ക് നിയമത്തിൽ കൃത്യമായ ധാരണയുള്ളയാളാണ്. മാത്രവുമല്ല, ഇരയുടെ രഹസ്യമൊഴി ഇതുവരെയും ശേഖരിച്ചിട്ടില്ല. അതുകൊണ്ട് ജാമ്യം ഇപ്പോൾ പ്രതിക്ക് അനുവദിക്കുന്നത് അത് പരിശോധിക്കേണ്ട കാര്യമാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ പോലെ ബെയിലിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉയർത്തിയായിരുന്നു പ്രതിഭാഗത്തിന്റെ ഇന്നത്തെയും വാദം. ബെയിലിന്റെ നെറ്റിക്കും കണ്ണിലും മുറിവേറ്റിട്ടുണ്ട്. അത് വെറുതെ ഉണ്ടായ മുറിവല്ല, പ്രതിക്ക് ലൈംഗിക ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പ്, BNS-ലെ 74-ാം വകുപ്പ് നിലനിൽക്കില്ല എന്നുള്ള കാര്യം കൂടി ഇന്ന് പ്രതിഭാഗം ഉന്നയിച്ചു. ഈ 74-ാം വകുപ്പാണ് ജാമ്യമില്ലാ വകുപ്പ്. അപ്പോൾ സ്വാഭാവികമായും ആ വകുപ്പിനെ ചൊല്ലിയായിരുന്നു ഇന്ന് കോടതിയിൽ പ്രധാന വാദങ്ങൾ നടന്നത്. മാത്രമല്ല, ജാമ്യമില്ലാ കുറ്റം ഒരെണ്ണം മാത്രമാണുള്ളത്. അതുകൊണ്ട് ഇനിയും പ്രതിക്ക് ജാമ്യം തടഞ്ഞു വെക്കുന്നത് ശരിയായ രീതിയല്ല എന്നുകൂടി പ്രതിഭാഗം കൂട്ടിച്ചേർത്തു. എന്നാൽ വീണ്ടും പ്രോസിക്യൂഷൻ അക്കാര്യത്തിൽ വാദമുന്നയിച്ചു. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. ജാമ്യം നൽകിയാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കും. ഈ കേസിലെ സാക്ഷികൾ അത് പ്രതിയുടെ ഓഫീസിലെ ജീവനക്കാരാണ്. അക്കാര്യം കോടതി ഗൗരവത്തിൽ പരിഗണിക്കണം എന്നുള്ള കാര്യം കൂടി ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് തിങ്കളാഴ്ചയിലേക്ക് ബെയിലിൻ ദാസിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ കോടതി മാറ്റിയിട്ടുള്ളത്. ഇനിയും ഈ പുറത്തു വന്ന ശബ്ദരേഖ, അതായത് ഇന്നലെ വൈകിട്ട് അഭിഭാഷകരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ മർദ്ദനമേറ്റിട്ടുള്ള അഭിഭാഷക ശ്യാമിലി ഒരു ഓഡിയോ സന്ദേശം ഇടുന്നു. അതായത് ഇന്നലെയൊക്കെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ശ്യാമിലി പറഞ്ഞിരുന്നത് തൻ്റെ ഒപ്പം അഭിഭാഷകരൊക്കെ ഉണ്ട്, ഏതെങ്കിലും തരത്തിൽ ബെയിലിനൊപ്പം ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അത് സൗഹൃദത്തിൻ്റെ പേരിലായിരിക്കുമെന്നുള്ളതായിരുന്നു ശ്യാമിലിയുടെ വാദം. എന്നാൽ ആ ശബ്ദരേഖയിൽ ബാർ അസോസിയേഷനെ അടക്കം തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ശ്യാമിലി രംഗത്തെത്തിയത്. മാത്രവുമല്ല, ഒരു കൂട്ടം അഭിഭാഷകർ ബെയിലിനൊപ്പം നിൽക്കുന്നത് തനിക്ക് മനോവിഷമം ഉണ്ടാക്കി എന്നൊക്കെ ആ ഗ്രൂപ്പിൽ പറയുകയും ആ ഗ്രൂപ്പിൽ വലിയ ചർച്ചയും നടക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അല്പസമയം മുൻപ് ശ്യാമിലി വീണ്ടും മാധ്യമങ്ങളെ കണ്ടു. അപ്പോൾ അവർ പ്രതികരിച്ചത് താനൊരു പ്രൈവറ്റ് ഗ്രൂപ്പിൽ പറഞ്ഞ കാര്യമാണ്. മാത്രവുമല്ല, എല്ലാ അഭിഭാഷകരും എന്നുള്ള കാര്യം താൻ പറഞ്ഞിട്ടില്ല. കുറച്ച് അഭിഭാഷകർ അവർ ആ രീതിയിൽ ചില സമീപനങ്ങൾ നടത്തുന്നു, തനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നു എന്നുള്ള കാര്യം കൂടി ശ്യാമിലി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഏതായാലും തിങ്കളാഴ്ച ജാമ്യാപേക്ഷയിൽ നമുക്ക് വിധി കേൾക്കാം. പ്രവിത, ഷഫീദ് റൌത്തറാണ് വിവരങ്ങൾ നൽകിയത്.